ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ദേശീയപാത നിർമ്മാണം തടഞ്ഞ് പൊന്നാനി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം നഗരസഭയുടെ ഇടപെടലിനെ തുടർന്ന് ദേശീയപാതയോരത്തെ കാനകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടു. അങ്ങനെ നടക്കില്ല. ഇത് ഈ പണിയൊക്കെ അവിടെ വെക്കട്ടെ, ഈ സാധനം ക്ലിയർ ചെയ്തിട്ട് ബാക്കി പണിയെടുത്താൽ മതി. നിങ്ങൾ വരിക അപ്പുറത്തേക്ക് 6 വാർഡെന്ന് പറഞ്ഞ വെള്ളം അത് കൂടെ അപ്പുറത്തെ സൈഡിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയോരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനുള്ള നടപടികൾ എങ്ങുമെത്താത്തതിനെ തുടർന്ന് നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതോടെയാണ് പ്രശ്നപരിഹാരം നടത്തും വരെ ദേശീയപാത നിർമ്മാണം നഗരസഭാ അധികൃതരെത്തി നിർത്തിവെപ്പിച്ചത്. ദേശീയപാതയോരത്തെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ചമ്രവട്ടം ജംഗ്ഷനിലെ ഓടകൾ ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് അടഞ്ഞതോടെയാണ് കൗൺസിലർമാർ പ്രതിഷേധവുമായി എത്തിയത്. 6 വാർഡിൽ വെള്ളം ഇത് കൂടെയാണ് വരുന്നത്. എന്നിട്ട് പോണത് ഇത്ര പോകുന്ന ഒരു പൈപ്പ് കൂടെ. നഗരസഭയിലെ 6, 7, 8, 9, 20 വാർഡുകളിലെ മഴവെള്ളം നീലംതോട് വഴി ചമ്രവട്ടം ജംഗ്ഷനിലെ ദേശീയപാതയിലെ കൽവെട്ട് വഴി BM കായലിലേക്കാണ് ഒഴുകിപ്പോയിരുന്നത്. എന്നാൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ കൽവെട്ട് അടച്ചു. ദേശീയപാതയുടെ കാന ഉയർത്തി നിർമ്മിച്ചതിനാൽ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് ഈ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. 50ഓളം കുടുംബങ്ങൾ വീടൊഴിയുകയും ചെയ്തു. ഞായറാഴ്ചയും വെള്ളക്കെട്ടിന് പരിഹാരമാവാത്തതിനോടെയാണ് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ പ്രവൃത്തികൾ നിർത്തിവെപ്പിച്ചത്. വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ നിർമ്മാണം അനുവദിക്കൂ എന്ന നിലപാടിൽ നഗരസഭ എത്തിയതോടെ ദേശീയപാത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് തടസ്സങ്ങൾ മാറ്റി വെള്ളം ഒഴുക്കിവിട്ടു. ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ തുടങ്ങിയ ദുരിതത്തിനാണ് ഇനിയും പരിഹാരമില്ലാത്തത്. പലതവണ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും വെള്ളം ഒഴുകിപ്പോകാനുള്ള പരിഹാര മാർഗം ഒരുക്കാതെ അധികൃതർ മുന്നോട്ടു പോവുകയായിരുന്നു. അപ്പൊ അത് നീക്കാതെ ഈ വർക്ക് ഞങ്ങൾ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതായത് ഈ നഗരസഭയുടെ ഒരു 7, 8 വാർഡുകൾ വെള്ളത്തിനടിയിലാണ്. ഇത് 3 കലിങ്ക് 1, 2, 3 ഈ 3 കലിങ്കിലൂടെ പാസ് ചെയ്ത് വെള്ളം BM കായലിലേക്ക് പോകുന്ന സ്ഥലമാണ്. ഇത് വെള്ളം പോകുന്നത് നിങ്ങൾ പോയി നോക്കിയറിയാം. ഞങ്ങൾ വെറുതെ പറയില്ല, നോക്കിയറിയാം. പ്രതിഷേധങ്ങളും പരാതികളും ശക്തമാകുമ്പോൾ മുറ പോലെ ദേശീയപാത അധികൃതർ സ്ഥലം സന്ദർശിച്ച് പരിഹാരം കാണാമെന്ന ഉറപ്പ് നൽകുക മാത്രമാണിപ്പോൾ നടക്കുന്നത്. വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തി ദേശീയപാതയുടെ കാന നിർമ്മാണം ആരംഭിച്ചതു മുതൽ തുടങ്ങിയ വെള്ളക്കെട്ട് ദുരിതത്തിനാണ് ഇനിയും അവസാനമില്ലാത്തത്. കാന നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളക്കെട്ട് ഭീഷണി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നാട്ടുകാർ നൽകിയിരുന്നെങ്കിലും ഇതൊന്നും ഗൗനിക്കാതെ കാന നിർമ്മിച്ചതാണ് നഗരസഭയിലെ 5 വാർഡുകളിലുള്ളവരെ പ്രയാസത്തിലാക്കിയത്. NCV ന്യൂസ് പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.